വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചിരുന്ന റിയാലിറ്റി ഇതാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകളോ, നിങ്ങൾ അവസാനിപ്പിച്ച പ്രാർത്ഥനകളോ, നിങ്ങൾ ചെയ്ത നേർച്ചകളോ, നൊവേനകൾ, ഇറ്റ്സ് കൗണ്ട്സ് ആസ് നത്തിങ്. ഒന്നുമില്ല. 1000 വചനങ്ങൾ കാണപ്പെടാൻ പഠിച്ചത് 16 തവണ എഴുതി. ഡോണ്ട് തിങ്ക് യു ആർ എൻറ്ററിങ് ഹെവൻ. കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഡോണ്ട് തിങ്ക് യു ആർ എൻറ്ററിങ് ഹെവൻ. വിഷമം വരും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. വചനം കേട്ടു, ബലം ചൂടുന്നില്ല. എന്തുകൊണ്ട്? വിശ്വസിച്ചില്ല. വിശ്വസിച്ചില്ലാത്തതിനെ മറ്റൊരു കാറ്റഗറി പെടുത്തുകയാണ്, നിങ്ങളിത് അനുസരിച്ചില്ല. നമ്മൾക്ക് ഈസിയാണ്, ഞാനിത് വിശ്വസിക്കുന്നു. That doesn't make you a Christian. ഈ പുസ്തകത്തിലുള്ള, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള എല്ലാ വചനങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് ക്രിസ്തുമതത്തിന്റെ അടയാളമല്ല. അനുസരിച്ചാൽ മാത്രമേ ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. It is not an easy religion. This is not an easy book. അതുകൊണ്ട് ഇത് വായിക്കുന്നവൻ ഒന്നുകിൽ തീപ്പൊള്ളി ജീവിതം മാറ്റും, ഇല്ലെങ്കിൽ ഈ മതം വിട്ടുപോകും. ഇതിനെ പേടിയാണ് ഇത് വിശ്വസിക്കാൻ, ഇത് അനുസരിക്കാൻ. കാരണം പല പാപങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ബൈബിൾ മടക്കി വെക്കും, ക്രിസ്തുവിനെ മാറ്റി വെക്കും, സഭയെ മാറ്റി വെക്കും, പള്ളി പോവില്ല, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനെയും തിരുത്തി പറയും. പള്ളി തെറ്റായതുകൊണ്ടോ, വിശുദ്ധ ഗ്രന്ഥം തെറ്റായതുകൊണ്ടോ, ക്രിസ്തു തെറ്റായതുകൊണ്ടോ അല്ല, ഞാനൊരു വലിയ തെറ്റായതുകൊണ്ടും ആ തെറ്റെനിക്ക് മാറ്റാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ആ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു തരുന്ന പുസ്തകത്തെയോ, ആ തെറ്റ് തിരുത്തണമെന്ന് പറയുന്ന ക്രിസ്തുവിനെയോ, ആ തെറ്റ് തിരുത്തി തരാൻ വഴികൾ ഒരുക്കി തരുന്ന സഭയോ തള്ളിപ്പറയാൻ ഈസി ആയതുകൊണ്ട് തള്ളിപ്പറയുന്നു. ജീവിതം കുഴിയിലോട്ട് പോകുന്നു. വിശ്വാസം എന്നത് നമ്മൾ എണ്ണിക്കൂട്ടിയ പ്രാർത്ഥനകളല്ല, നിങ്ങൾ അർപ്പിച്ച പ്രാർത്ഥന രീതികളല്ല, നിങ്ങൾ കാണിച്ച ഭക്താഭ്യാസങ്ങളല്ല. വിശ്വാസം എന്നത് അനുസരണമാണ്. വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണ് അർത്ഥം. അനുസരിച്ചില്ലെങ്കിൽ നീ 1000 വചനങ്ങൾ കാണാപ്പാടം പഠിച്ചു വിശ്വസിച്ചിട്ടും കാര്യമില്ല. സങ്കടം വരുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറ ഹല്ലേലൂയാ. ഈസി ആയിട്ട് ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാല് തന്നുകൊണ്ടിരിക്കാം. പാല് തരേണ്ട കാലം കഴിഞ്ഞു. ഈ സത്യം തിരിച്ചറിഞ്ഞേക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യം അച്ഛൻ എൻ്റെ കൈ എടുത്തിട്ടിടുവല്ല, ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുസരിക്കണം. ആരുടെ വാക്ക്? കർത്താവിൻ്റെ വാക്ക്. നമ്മൾ